ഇല്ലെങ്കിൽ ശരി തന്നെ. നിങ്ങളെ ഇതിനകത്ത് കേട്ടെന്നാണ് പറഞ്ഞാക്കുന്നത്. കൂടുതൽ സംസാരിക്കേണ്ട നീ. കൃഷ്ണനായരുടെ ട്രോഫി കിട്ടുമായിരുന്നോ? ട്രോഫി കിട്ടി. ഞാൻ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് എനിക്കല്ലേ അറിയാവുള്ളൂ. ചന്തയിൽ പോയപ്പോഴേ കോട്ടുകുളത്ത് ചന്തയിൽ പോയപ്പോ അശോകൻ ചോദിക്കുന്നു, കൃഷ്ണ നിന്റെ രാധ വെള്ളത്തിൽ നിന്ന് കയറിയാന്ന്. നാണം കെട്ടെന്ന് വെള്ളത്തിൽ മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ചോദിച്ചപ്പോ നാണം കെട്ടി. എനിക്ക് വീടിന്റെ മുറ്റത്തിറങ്ങാൻ നിവർത്തിയില്ലാതെ ഇരിക്കുകയാണ്. എന്തുവായാലും ശകുന്തളയുടെ ടീമിനെ തോപ്പിച്ച് എനിക്ക് അത് നിങ്ങളുടെ വാശി ഞാൻ ജയിപ്പിച്ചേ. ഒരു കഷ്ടം നാണം കെട്ട വേല ആയി പോയില്ലേ രാജി? ചേച്ചി നമ്മുടെ ടീമിലെ സുജി അല്ലേ അതെല്ലാം തെറ്റിച്ചത്? സുജി എന്താ ചെയ്ത്? ചേച്ചി അനൗൺസ്മെന്റ് ചെയ്ത് നമ്മള് ജയിച്ച് എല്ലാരും പിരിഞ്ഞു പോകുന്ന പറഞ്ഞിട്ട് ആണുങ്ങളെല്ലാം പോയതാണ്. അവിടെ അതിനും വെള്ളത്തിൽ നിന്ന് അങ്ങ് പൊങ്ങി കളഞ്ഞു ചേച്ചി. അതും വെള്ള അടിപ്പാവാട കൊടുത്തോണ്ട് നാണക്കേടായി പോയി. അതോടെ പോയ ആണുങ്ങളെല്ലാം തിരിച്ചു വന്നു. പിന്നെ ജനം വന്നു. ആ മെമ്പറെ സമ്മതിക്കണം. എല്ലാത്തിനെയും പറഞ്ഞു വിട്ടു. നമ്മുടെ അണ്ണനെ കടകടന്ന് നിന്റെ മാപ്പഴ ഞാൻ കണ്ടതിന് അണ്ണാ ഞാൻ സേഫ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിന്റെ തപ്പഴേ പറഞ്ഞിട്ട് ഞാൻ കൃഷ്ണനാവാന്ന്. നിങ്ങൾ ഇനി അതൊന്നും പറയണ്ട. എന്തുവായാലും 5 ആഴ്ചത്തേക്ക് കുടുംബശ്രീ നിർത്തി വെച്ചിട്ടുണ്ട്. 1 രണ്ടാമത് ഇനി ഇങ്ങനെയുള്ള മത്സരങ്ങൾ വേണ്ടത്. പക്ഷെ അടുത്ത കൃഷ്ണ ജയന്തിക്ക് നമുക്ക് വേഷം ഇടണം. എന്റെ പൊന്നെ ഞാൻ രാധ ആവത്തില്ല. ഇനി രാധ വേണ്ട. പിന്നെ ഇനി കൃഷ്ണദീപ് എന്തോരം ഞാൻ ചെയ്യാൻ പറ്റും. അതെന്ത് കൊമ്പണ്ടാ? കൃഷ്ണൻ ഞാൻ അടുത്തത് പൂതനയാണ്. അതിലൊരു സീനുണ്ട്. അത് മതി.